തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ തിരിച്ചടി ശിക്ഷ റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജിയാണ് തള്ളിയത്. ടി.എസ്. ഹരികൃഷ്ണന്റെ ഹരി, ഏതെങ്കിലും തരത്തിൽ ഒരു ഇളവുണ്ടാകുമോ എന്ന നിയമപരമായ ശ്രമമാണ് ആന്റണി രാജുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആന്റണി രാജുവിന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ സാഹചര്യത്തിൽ അയോഗ്യത തുടരുകയല്ലേ? അയോഗ്യത തുടരും. ജില്ലാ സെഷൻസ് കോടതിയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ശരിവെച്ചത്. ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി രാജു മേൽക്കോടതിയിലേക്ക് പോയത്, ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയത്. സെഷൻസ് കോടതി ഇത് പരിഗണിക്കുകയും ആ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. ശിക്ഷ റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. 3 വർഷം, അതായത് ആന്റണി രാജു കുറ്റക്കാരനാണെന്നും 3 വർഷം തടവ് ശിക്ഷ വിധിക്കുകയും ഒപ്പം തന്നെ 10,000 രൂപ പിഴ വിധിക്കുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയാണ് MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയത്. അതിന് പിന്നാലെയാണ് മേൽക്കോടതിയിലേക്ക് ആന്റണി രാജു പോവുകയും ചെയ്തത്. മേൽക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധി ലഭിക്കുമെന്ന് ആന്റണി രാജു പ്രതീക്ഷിച്ചിരുന്നു. ആ വിധിക്ക്, അതായത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ അത് റദ്ദാക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ ഈ അയോഗ്യത ആന്റണി രാജുവിന് മാറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആന്റണി രാജുവിന് ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ മേൽക്കോടതിയും കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെച്ച സ്ഥിതിക്ക് ഇനി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ആന്റണി രാജു അയോഗ്യനായി തന്നെ തുടരും. ശരി, ടി.എസ്. ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടിയാണ്. ശിക്ഷ റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജിയാണ് കോടതി തള്ളിയത്.